ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2025 ഒരു ലേറ്റസ്റ്റ് തമിഴ് മൂവിയായ ഗാട്ട്. സിനിമയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊക്കെ മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ. അതുമാത്രമല്ല, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്ക്. എന്നാൽ നമുക്ക് നേരെ സിനിമയിലേക്ക് പോയാലോ. സിനിമയുടെ ഓപ്പണിംഗ് സീനിൽ തന്നെ വെസ്റ്റേൺ ഗാർഡ് വഴി ട്രക്കിൽ നിറയെ കഞ്ചാവ് കടത്തി പോകുന്നത് അറിഞ്ഞിട്ട് അവിടെയുള്ള ലോക്കൽ പോലീസും അതിൻ്റെ കൂടെ തന്നെ ആ സ്പോട്ടിൽ ഹയർ ഓഫീസറായിട്ടുള്ള നമ്മുടെ ജഗപതി ബാബുവും കൂടെ എത്തുകയാണ്. അങ്ങനെ അവിടെ നിന്നും 50 കോടി മതിപ്പുള്ള കഞ്ചാവ് ഇവർ പിടിച്ചെടുക്കുകയാണ്. ഈ ടൈമിൽ നമ്മുടെ ജഗപതി ബാബു ആ ട്രക്കിൻ്റെ പെട്രോൾ ടാങ്ക് നോക്കിയിട്ട് അയാൾക്ക് അതെന്തോ വ്യത്യസ്തമായിട്ട് തോന്നുന്നുണ്ടെന്ന് പറഞ്ഞ് അത് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ ലിക്വിഡ് ഫോമിൽ കഞ്ചാവ് കണ്ടെത്തുകയാണ്. ഉടനെ തന്നെ അത് ലാബിലേക്ക് അയച്ചു കൊടുത്ത് ടെസ്റ്റ് ചെയ്തപ്പോൾ നിലവിലുള്ളതിൽ ഏറ്റവും ഹയർ ക്വാളിറ്റി കഞ്ചാവായിരുന്നു അത്. ആ മലയിൽ തന്നെയുള്ള ശീലാവതി എന്ന പേരുള്ള ഒരു തരം കഞ്ചാവാണത്. അതിനെ ലിക്വിഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്ത് അവിടെയുള്ള വലിയ സിൻഡിക്കേറ്റ്സിന് പോലും അറിയാതെ ഏതോ ഒരു ഗ്രൂപ്പ് ഇങ്ങനെ ഒരു ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അതാരാണെന്ന് പോലീസ് പിന്നീട് അന്വേഷണം സ്റ്റാർട്ട് ചെയ്യാണ്. മെയിനായിട്ട് ഈ ഈസ്റ്റേൺ ഗാർഡ്സിൽ നായിഡു ബ്രദേഴ്സ് എന്ന് പറഞ്ഞ 2 പേരുണ്ട്. അവരാണ് ഈ മൊത്തം സിൻഡിക്കേറ്റും അവരുടെ കയ്യിൽ തന്നെ വെച്ചിട്ട് ആ മലയിൽ തന്നെ വസിക്കുന്ന ആളുകളെ ഘാട്ടുകളാക്കി യൂസ് ചെയ്തിട്ട് കഞ്ചാവ് ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ആ ഗ്രൂപ്പിന് പോലും അറിയില്ല ആരാണ്, ഏത് ഗ്രൂപ്പാണ് ഇങ്ങനെ ഈ ലിക്വിഡ് ഫോമിൽ കഞ്ചാവ് ഉണ്ടാക്കുന്നതെന്ന്. അതുകൊണ്ട് തന്നെ ഉടനെ തന്നെ അവരെ കണ്ടുപിടിക്കണമെന്ന് ഇവരും തീരുമാനിക്കുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളതിൽ വെച്ചിട്ട് ഏറ്റവും ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള കഞ്ചാവാണ് അവർ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഇവരുടെ ബിസിനസ്സിനെയും ബാധിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതാരാണെന്ന് ഒരു വശത്ത് നമ്മുടെ പോലീസും മറുവശത്ത് നമ്മുടെ നായിഡു ബ്രദേഴ്സിന്റെ ടീമിലെ അവരും കൂടെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ ടൈമിലാണ് നമ്മുടെ സിനിമേന്റെ ഹീറോന്റെയും ഹീറോയിന്റെയും എൻട്രി. നമ്മുടെ ഹീറോയിന് ആ ഗ്രാമത്തിൽ തന്നെ ഓടുന്ന ഒരു ബസ്സിന്റെ കണ്ടക്ടറായിട്ട് ജോലി ചെയ്യാണ്. ഹീറോയിന്റെ പേര് ശീലാവതി. ഇവൾക്ക് ഇങ്ങനെ ഒരു പേര് വരാൻ കാരണം എന്താന്ന് വെച്ചാൽ ഇവള് ജനിച്ച ടൈമിൽ സംസാരമോ കേൾവി അങ്ങനെ ഒന്നും ഇല്ലാണ്ടാണ് ജനിച്ചത്. അങ്ങനെ ബാക്കിയാവില്ല എന്ന് കരുതിയ ഇവളെ ആ മലയിൽ തന്നെയുള്ള ശീലാവതി എന്ന് പറഞ്ഞ കഞ്ചാവ് അരച്ചിട്ട് കൊടുത്തതിന് ശേഷമാണ് ഇവൾക്ക് ഒരു പുനർജന്മം പോലെ പുതിയൊരു ജീവൻ എടുത്തത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഹീറോയിന് ശീലാവതി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേര് വെച്ചിട്ടുള്ളത്. ഹീറോയിനെ വെച്ച് നോക്കുമ്പോൾ അവൾക്ക് ആ ഗ്രാമത്തിലെ ഏറ്റവും ഇഷ്ടമുള്ള ആൾ വേറെ ആരുമല്ല, നമ്മുടെ ഹീറോ വിക്രം പ്രഭു. അയാൾ ആ ഗ്രാമത്തിനെ വിട്ടിട്ട് ടൗണിലേക്ക് വന്നിട്ട് അവിടെ ഉള്ള ഒരു ഹോസ്പിറ്റലിൽ സാധാരണ ഒരു കമ്പൗണ്ടറായിട്ട് വർക്ക് ചെയ്യാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹീറോയ്ക്ക് അവരുടെ നാട്ടിലുള്ള ആൾക്കാരുണ്ടല്ലോ, അവർ ഘാട്ടിയായിട്ട് ജോലി ചെയ്യുന്നത് ഇഷ്ടം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് ചെയ്യാണ്ട് ഇപ്പോൾ ഈ ടൗണിൽ വന്നിട്ട് ഈ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാണ്. ഹീറോയിൻ കുറേ കാലമായിട്ട് നമ്മുടെ ഹീറോനെ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഇവരുടെ ലവ് ട്രാക്ക് ഒരു വശത്ത് ഇങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുമ്പോൾ മറ്റേ വശത്ത് നോക്കുമ്പോൾ നമ്മുടെ പോലീസും മൊത്തം സിൻഡിക്കേറ്റും കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ നായിഡു ബ്രദേഴ്സിലെ അവരും കൂടെ ആരാണ് ലിക്വിഡ് ഫോമിൽ കഞ്ചാവ് ഉണ്ടാക്കിയിട്ട് സപ്ലൈ ചെയ്യുന്ന ഗ്രൂപ്പ് എന്ന് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ടൈമിൽ പോലീസിന്റെ കയ്യിൽ ഒരാളെ കിട്ടുകയാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ സഹായത്തിന് മൂലമാണ് ആ ലിക്വിഡ് ഫോമിൽ കഞ്ചാവ് വിൽക്കുന്ന ഗ്രൂപ്പ് ഉണ്ടല്ലോ അവർ പണമൊക്കെ ട്രാൻസാക്ഷൻ ചെയ്യുന്നത്. എങ്ങനെയാടാ നിങ്ങൾ പണമൊക്കെ ട്രാൻസാക്ഷൻ ചെയ്യുന്നത് എന്ന് അയാളെ പിടിച്ചിട്ട് അടിച്ച് ചോദിക്കുമ്പോഴാണ് ആ ഗ്രൂപ്പ് ആരാന്ന് എനിക്ക് അറിയില്ല, റെയിൽവേ സ്റ്റേഷനിൽ 2 പായ് നിറയെ ചുരുട്ടിയിട്ട് പണത്തെ വെച്ചിട്ട് പോകുകയാണ് ചെയ്യല്. ആ ഗ്രൂപ്പ് വന്നിട്ട് ആ പായ് എടുത്തിട്ട് പോകുകയാണ് ചെയ്യാറ്. അങ്ങനെ പോയിട്ട് 2 ദിവസത്തിനുള്ളിൽ കൊടുത്ത പൈസക്കുള്ള ചരക്ക് ഞങ്ങൾക്ക് തരികയാണ് ചെയ്യാറ്. അതല്ലാണ്ട് ആ ഗ്രൂപ്പ് ആരാണെന്നോ അതിനെ പറ്റിയുള്ള ഒരു ഐഡിയ എനിക്കില്ലാന്ന് അയാൾ പറയോ. അടുത്ത സീനിൽ തന്നെ നമ്മുടെ പോലീസുകാരെന്താക്കും, ആ സേട്ടിൻ്റെ സഹായത്തോടു കൂടി ഈ ഗ്രൂപ്പിനെ പിടിക്കാൻ വേണ്ടിയിട്ട് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകും. എന്നിട്ട് അയാൾ സാധാരണ ആ പായയിൽ പൈസ വെക്കുന്നത് പോലെ അയാളെ കൊണ്ട് വെപ്പിച്ചിട്ട് ആരാ പൈസ എടുക്കുന്നതെന്ന് കാത്തിട്ട് അവിടെ തന്നെ നിൽക്കും. അപ്പോൾ ആ ടൈമിൽ തന്നെ ആ ഗ്രൂപ്പിൽപ്പെട്ട ഒരാൾ വന്നിട്ട് മുഖമൊക്കെ മൂടി ഒരു മിന്നൽ പോലെ വന്നിട്ട് ആ സേട്ട് വെച്ചിട്ടുള്ള പായ എടുത്തിട്ട് ഓടുകയാണ്. പോലീസും ഇയാളെ പിന്തുടർന്ന് പുറകെ പോകുന്നുണ്ടെങ്കിലും പോലീസിന്റെ കണ്ണ് വെട്ടിച്ച് ഇയാൾ അവിടുന്ന് പെട്ടെന്ന് എസ്കേപ്പ് ആവുകയാണ് ചെയ്തത്. അങ്ങനെ പുറത്തേക്ക് വന്നതും ഇവനിക്കായിട്ട് അവിടെ തന്നെ ഒരു വണ്ടി കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ആ വണ്ടിയിൽ ഇവന് എസ്കേപ്പ് ആയിട്ട് പോവുകയാണ്. ഇവിടെയാണ് പുതിയൊരു ട്വിസ്റ്റ് ഉണ്ടാകുന്നത്. ആ റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് മുഖവും കെട്ടി ആ പൈസ എടുത്തിട്ട് പോയില്ലേ, അത് വേറെ ആരുമല്ല, നമ്മുടെ ഹീറോ ആണ്. അതും അല്ലാണ്ട് നമ്മുടെ ഹീറോനെ കൂട്ടാൻ വേണ്ടിയിട്ട് ആ വണ്ടിയിൽ വന്നില്ലേ, അതും നമ്മുടെ ഹീറോയിനായിരുന്നു. പിന്നീട് ഇവിടെ ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. നമ്മുടെ ഹീറോന്റെ അച്ഛന്
ആ മലയിലെ ഒരു മികച്ച ഒരു ഘാട്ടിയായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ആ നായിഡു ബ്രദേഴ്സിന് വേണ്ടിയിട്ട് വണ്ടി നിറച്ചും ചരക്ക് കൊണ്ട് ബോർഡർ ക്രോസ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ടൈമിൽ അങ്ങോട്ട് പോലീസ് വന്നിട്ട് ഇയാളുടെ ചുറ്റും വളയാണ്. പോലീസിന്റെ ചേസിങ്ങിൽ നിന്ന് എങ്ങനെയെങ്കിലും അച്ഛനെ രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനും പോലീസിനെ അവിടുന്ന് ഡൈവേർട്ട് ചെയ്ത് വിടുകയാണ്. എന്നാൽ പോലീസിന്റെ പിടിയിൽ ഹീറോയിനും വന്ന് പെടുകയാണ്. അങ്ങനെ അവരെ സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് രണ്ടാളെയും അടിച്ച് നിരപ്പാക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന ടൈമിലാണ് നമ്മുടെ ഹീറോയിനും ഒരു സാഡ് ന്യൂസ് കേൾക്കുന്നത്. അവിടെ നടന്ന ചേസിങ്ങിനിടയിൽ ഉണ്ടായ ബുള്ളറ്റ് ഷൂട്ടൗട്ടിൽ നമ്മുടെ ഹീറോനെ അച്ഛൻ മരിച്ചുപോയി. അങ്ങനെ സ്റ്റേഷനിൽ ഇറങ്ങി വന്നത് നമ്മുടെ ഹീറോ മരിച്ചുപോയ അവൻ്റെ അച്ഛൻ്റെ കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ്റെ ഗ്രാമത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ അവൻ്റെ അമ്മ പറയും, നിൻ്റെ അച്ഛനെ പോലെ നീ ഒരിക്കലും ഒരു ഘാട്ടി ആവാൻ പാടില്ല, ഘാട്ടി വേല ഒരിക്കലും നിൻ്റെ കയ്യിലെടുക്കില്ല എന്നുള്ള സത്യം ചെയ്തെങ്കിൽ മാത്രമേ നീ നിൻ്റെ അച്ഛന് വേണ്ടിയിട്ടുള്ള ചടങ്ങുകൾ ചെയ്യാൻ പാടുള്ളൂ എന്ന് ഇവനെ കൊണ്ട് സത്യം ചെയ്യിപ്പിക്കൂ. അത് കേട്ടിട്ട് ഞാൻ ഒരിക്കലും അച്ഛനെ പോലെ ഘാട്ടി ജോലി ചെയ്യില്ല എന്ന് നമ്മുടെ ഹീറോ അവൻ്റെ അമ്മയ്ക്ക് സത്യം ചെയ്തു കൊടുക്കും. അതിനുശേഷം മാത്രമായിരിക്കും ഇവന് അവൻ്റെ അച്ഛന് വേണ്ടിയിട്ടുള്ള ചടങ്ങുകളൊക്കെ ചെയ്തു കൊടുത്തതോ. ഇങ്ങനെയൊക്കെ ഉണ്ടായ ഒരാൾ എങ്ങനെയാണ് ഈ ഒരു ബിസിനസ്സിലേക്ക് വന്നത് നമുക്ക് കൺഫ്യൂഷൻ അടിക്കും അല്ലേ? അത് നമുക്ക് പോകെ അറിയാട്ടോ. ഇവിടെ ഒരു വശത്ത് നമ്മുടെ നായിഡു ബ്രദേഴ്സിലെ ആൾക്കാര് ആ കാട് മുഴുവനും സെർച്ച് ചെയ്യാണ് ഇവരെവിടെ വെച്ചിട്ടാണ് ഇങ്ങനെ ലിക്വിഡ് ഫോമിൽ കഞ്ചാവ് കൺവേർട്ട് ചെയ്തിട്ട് ആക്കുന്നത്, അത് ഇത്രയും ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള കഞ്ചാവ്. അങ്ങനെ അവർ സെർച്ച് ചെയ്ത് പോകുന്നതിൻ്റെ ഇടയിലാണ് അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റിയത് ഈസ്റ്റേൺ ഗാർഡ്സിൽ ഒരു വലിയ ഗുഹേൻ്റെ ഉള്ളിലാണ് നമ്മുടെ ഹീറോയിനും കൂടെ ഒരു ലാബ് തന്നെ ഇതിനായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഈ കഞ്ചാവ് ലിക്വിഡ് ഫോമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. അവിടെ നമ്മുടെ ഹീറോയിൻ്റെയും ആൾക്കാർ കുറേ ആൾക്കാരുണ്ടായിരുന്നു. അവരെല്ലാവരെയും ഈ നായിഡു ബ്രദേഴ്സിലുള്ള ഒരു ബ്രദർ ഉണ്ടല്ലോ അവയാൾ വന്നിട്ട് അടിച്ച് നിരപ്പാക്കുകയാണ്. അങ്ങനെ അവരെയൊക്കെ അടിച്ചിട്ടിട്ട് ആ ലാബിലുള്ള ആ കഞ്ചാവ് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ എങ്ങനെയാണ് നിങ്ങളിത് ഉണ്ടാക്കുന്നതെന്ന് അയാൾ അവരോട് ചോദിക്കും. അപ്പോൾ ആ കൂട്ടത്തിലുണ്ടായ ഒരാൾ പറയും, അയ്യോ സാർ, ഞങ്ങളിത് വളരെ കെയറിങ് ആയിട്ടാണ് ഉണ്ടാക്കുന്നത്, ഇതിൻ്റെ DHA ലെവലെല്ലാം വളരെ ബാലൻസ് ആയിട്ട് നിർമ്മിക്കണം. അങ്ങനെ ഇവർ ടെക്നിക്കലായിട്ട് സംസാരിക്കുന്നിട്ട് ഒരു സാധാരണ മലയിൽ വസിക്കുന്ന ആളുകൾ ഇത്തരത്തിൽ ലിക്വിഡ് ഫോമിൽ കഞ്ചാവ് നിർമ്മിക്കുകയും പോരാണ്ട് അതിനെ പറ്റിയിട്ട് ടെക്നിക്കലായിട്ട് സംസാരിക്കുന്നതും കണ്ടപ്പോൾ നമ്മുടെ നായിഡു ബ്രദേഴ്സിലെ ആ ബ്രദറിലെ അയാൾ ഫുള്ള് ടെൻഷനായിട്ട് അവരോട് പറയും, നിങ്ങൾ ഞങ്ങളുടെ കീഴിൽ ജോലി ചെയ്യേണ്ടവരല്ലേ, എന്നിട്ട് ഇപ്പോൾ ഞങ്ങൾക്കെതിരായി നിന്ന് ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുകയാണോ എന്ന് ചോദിച്ചിട്ട് അവിടെയുള്ള എല്ലാവരെയും അടിച്ച് തളർത്തിയിടും. എന്നിട്ട് അതിൻ്റെ മാസ്റ്റർ ഹെഡ് ആരാന്ന് അവരോട് ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. പക്ഷെ അതിലുള്ള ഒരാൾ പോലും തയ്യാറായിരുന്നില്ല ആ മാസ്റ്റർ ഹെഡ് ആരാന്ന് പറയാൻ. അങ്ങനെ ഇവിടെ സീൻ കണ്ടായിട്ട് അടുത്ത സീനിൽ നമ്മുടെ ഹീറോയിനെയാണ് കാണിക്കുന്നത്. ഹീറോയിൻ കുറേ കാലമായിട്ട് നമ്മുടെ ഹീറോനെ കല്യാണം കഴിക്കണം എന്നുള്ള ആഗ്രഹമായിട്ട് നടക്കുന്നതാണ്. ഇവരുടെ ലവ് സ്റ്റോറി ആ ഗ്രാമത്തിലുള്ള എല്ലാവർക്കും അറിയുകയും ചെയ്യായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെയുള്ള ഒരു പാർട്ടി വന്നിട്ട് നമ്മുടെ ഹീറോനോട് പറയും, ശീലാവതിയെ കുറേ കാലം കൂടെ ഇനി നീ കാത്തു നിർത്താൻ പാടില്ല, നോക്ക് അവൾ നിന്നെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് അമ്പലത്തിൽ ഇങ്ങനെ കെട്ടുമല്ലോ ഒരു ചരട്, കല്യാണ ചരട്, അതൊക്കെ കെട്ടിയും കൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് അവളെ വെയിറ്റ് ചെയ്യിപ്പിച്ചത് മതി, അതുകൊണ്ട് നീ പോയിട്ട് വേഗം തന്നെ അവളെ കല്യാണം കഴിക്കുമെന്ന് പറയോ. അങ്ങനെ ആ പാർട്ടി പറയുന്നത് കേട്ടിട്ട് നമ്മുടെ ഹീറോ നേരെ ഹീറോയിൻ്റെ അടുത്തേക്ക് പോയിട്ട് ആ കല്യാണ ചരടുണ്ടല്ലോ അത് എൻ്റെ കയ്യിലേക്ക് നീ കെട്ടുമെന്ന് പറഞ്ഞിട്ട് ഹീറോയിനെ കൊണ്ട് കെട്ടിക്കോ. എന്നിട്ട് അവളോട് പറയും, അടുത്ത അമ്പലത്തിലെ ഉത്സവത്തിൻ്റെ ടൈമിൽ നമ്മളെ കല്യാണം ഇരിക്കുമെന്ന് പറയോ. നിനക്ക് സന്തോഷമായെന്ന് ചോദിക്കുമ്പോൾ ഹീറോയിൻ പറയും, ഈ ഒരു വാർത്ത കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്ര കാലം കാത്തിരുന്നത് എന്ന്. അങ്ങനെ ഇവർ രണ്ടാളും സന്തോഷമായിട്ടിരിക്കുന്ന ടൈമിൽ പെട്ടെന്ന് അങ്ങോട്ടേക്ക് ഒരാൾ ഓടി വന്നിട്ട് പറയും, ഇവരുടെ കാട്ടിലുള്ള ലാബിനെ പറ്റിയിട്ട് ആ നായിഡു ബ്രദേഴ്സിലുള്ള ആൾക്കാർ കണ്ടുപിടിച്ചു എന്ന്. അത് കേട്ടപ്പോൾ തന്നെ ഇവർ പെട്ടെന്ന് ആ സ്പോട്ടിലേക്ക് പോകും. അങ്ങനെ അങ്ങോട്ടേക്ക് പോയതും നമ്മുടെ ഹീറോയിനെയും കണ്ടപ്പോൾ നായിഡു ബ്രദറിലെ അയാൾക്ക് ഭയങ്കര ഷോക്കായിട്ടുണ്ടാവും. നിങ്ങളാണോടെ ഇതൊക്കെ ചെയ്യുന്നതെന്ന് അയാളിങ്ങനെ ആശ്ചര്യത്തോടെ ചോദിക്കും. അന്ന് നിന്റെ അച്ഛൻ മരിച്ചപ്പോൾ ഈ ഘാട്ടി തൊഴിലേ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പം എന്താ ഇങ്ങനെ ഒരു സെറ്റപ്പിൽ ലാബ് തന്നെ ഉണ്ടാക്കിയിട്ട് ഈ ശീലാവതി എന്ന് പറഞ്ഞ കഞ്ചാവ് ലിക്വിഡ് ഫോമിലേക്ക് മാറ്റിയിട്ട് ബിസിനസ് ചെയ്യാണോ എന്ന് ചോദിക്കോ. ഞങ്ങളോട് 5 രൂപക്കും 10 രൂപക്കും ഇറക്കുന്ന ആൾക്കാരെ ഇപ്പം നീ കൂട്ടിയിട്ട് സ്വന്തമായിട്ട് തൊഴിൽ കണ്ടുപിടിച്ച് കൊടുക്കുകയാണോന്ന് അയാളിങ്ങനെ ദേഷ്യത്തിൽ നമ്മുടെ ഹീറോനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകും. അപ്പോൾ സ്പോട്ടിൽ നമ്മുടെ ഹീറോ പറയും, ഇങ്ങോട്ട് നോക്ക്, ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രശ്നവും വേണ്ട, നമുക്ക് പാർട്ട്ണർഷിപ്പിൽ പോവാം, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രശ്നവും ഇല്ലാണ്ട് പാർട്ട്ണർഷിപ്പ് ഡീലിൽ പോവാന്ന് പറയും. അങ്ങനെ ഒരു പാർട്ട്ണർഷിപ്പ് ഡീല് നമ്മുടെ ഹീറോ വെക്കുമ്പോൾ അയാൾ അതിന് സമ്മതിക്കേയില്ല. ഒരു ഘാട്ടി ഇനത്തിൽപ്പെട്ട ഒരാളുമായിട്ട് പാർട്ട്ണർഷിപ്പിൽ പെടാനുള്ള ഇതൊന്നും ഞങ്ങൾക്കില്ല എന്ന് പറഞ്ഞിട്ട് അയാൾ ഹീറോനെ പിന്നെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകും. എന്നാൽ നമ്മുടെ ഹീറോ അവനെ പിടിച്ച് നന്നായിട്ട് അടിച്ച് പെരുമാറിയിട്ട് ഒരു പായിൽ കെട്ടിയിട്ട് അവൻ്റെ വീട്ടിലെ സ്വിമ്മിംഗ് പൂളിൽ തന്നെ കൊണ്ടുവിടും.
അങ്ങനെ ഈ കാര്യമൊക്കെ ഈ നായിഡു ബ്രദറിന്റെ ഇയാളുടെ ബ്രദർ ഉണ്ടല്ലോ അയാൾ അറിയും. അപ്പോൾ അയാൾ പറയും ഇതിന്റെ മേലെ ഇനിയിപ്പോൾ അവരെ വളരാൻ അനുവദിച്ചൂടാ, അവരെന്തായാലും നമുക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ അങ്ങോട്ടേക്ക് ആ സിൻഡിക്കേറ്റിലെ മുഖ്യമായിട്ടുള്ള ആളുകൾ വന്നിട്ട് പറയും ഇപ്പോൾ നമ്മൾ ദേഷ്യപ്പെടാനല്ല നിൽക്കേണ്ടത്, അവർ പറയുന്നത് പോലെ അവരെ കൂടെ നിൽക്കുന്നത് നമുക്ക് നല്ലത്. അവർ ഫസ്റ്റത്തെ വർഷം 80 ലക്ഷം രൂപേൻ്റെ ചരക്കാണ് വിറ്റിട്ടുള്ളത്, രണ്ടാമത്തെ വർഷം 14 കോടീൻ്റെ ചരക്ക് വിറ്റിട്ടുണ്ട്. ഇന്ന് നോക്കുമ്പോൾ 140 കോടീൻ്റെ ചരക്കാണ് അവർ വിൽക്കുന്നത്. ഇന്റർനാഷണൽ ലെവലിൽ തന്നെ അവരുടെ ബിസിനസ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ അവരെ കൂടെ നിൽക്കുകയാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ അവരോട് പാർട്ട്ണർഷിപ്പിൽ നിൽക്കാമെന്ന് നമ്മുടെ സിൻഡിക്കേറ്റിലുള്ള ഈ മുഖ്യമായ ആൾക്കാർ പറയുന്നത് കേട്ടിട്ട് നായിഡു ബ്രദേഴ്സും സമ്മതിക്കുകയാണ്. അങ്ങനെ അടുത്ത ദിവസം തന്നെ നമ്മുടെ നായിഡു ബ്രദറിലെ മൂത്ത ബ്രദറില്ലേ അയാൾ ആ കാട്ടിനുള്ളിൽ അവിടെ പോയിട്ട് അവരോട് സംസാരിക്കും. ഇനി നമുക്ക് പാർട്ട്ണർഷിപ്പിൽ മുന്നോട്ട് പോവാം, ഡിസ്ട്രിബ്യൂഷനൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം, ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ നോക്കിയാൽ മതി, എന്തായാലും ലാഭത്തിൻ്റെ പകുതി അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്താൽ മതിയെന്ന്. അങ്ങനെ നല്ല രീതിയിൽ നമ്മുടെ ഹീറോയിനോടും സംസാരിച്ചിട്ട് അവരൊരു പാർട്ട്ണർഷിപ്പ് ഡീൽ തന്നെ അവിടെ ഉണ്ടാക്കുകയാണ്. അതും അല്ലാണ്ട് വരുന്ന ഉത്സവത്തിന്റെ ടൈമിൽ ഇവരുടെ കല്യാണമാണെന്ന് ഇവർ അറിഞ്ഞിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ ആ കല്യാണത്തെ നമുക്ക് വലിയ ആഘോഷമാക്കിയിട്ട് മാറ്റാമെന്നും പറഞ്ഞിട്ട് അവിടുന്ന് സംസാരിച്ചിട്ട് ഈ നായിഡു ബ്രദേഴ്സ് അവിടുന്ന് പോവുകയാണ്. ഇവിടെ സീൻകട്ടായിട്ട് അടുത്ത സീനിൽ കാണുന്നത് ആ അമ്പലത്തിലെ ഉത്സവമാണ്. ആ ഉത്സവത്തിന്റെ ലാസ്റ്റ് ടൈമിലായിരിക്കും നമ്മുടെ ഹീറോയിന്റെയും കല്യാണം അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. എന്നാൽ ആ ടൈമിലായിരിക്കും അങ്ങോട്ടേക്ക് നമ്മുടെ നായിഡു ബ്രദേഴ്സിൻ്റെ എൻട്രി. അവർ വന്നിട്ട് ആ ഉത്സവത്തിൽ പങ്കെടുത്തിട്ടുള്ള എല്ലാ ആൾക്കാരെയും അടിച്ചിടുകയാണ്. അതും അല്ലാണ്ട് നമ്മുടെ കല്യാണം നടത്താനുള്ള ഹീറോയിനും തട്ടിക്കൊണ്ട് പോവുകയാണ് ചെയ്തത്. അതിൻ്റെ പിന്നിൽ തന്നെ നമ്മുടെ ഹീറോയും ഒരു കത്തി എടുത്തിട്ട് പുറകിൽ ഓടുകയാണ്. അങ്ങനെ അവസാനം ഒരു സ്ഥലത്ത് അവർ നിൽക്കുമ്പോൾ അവിടെ നമ്മുടെ ഹീറോ എത്തിയിട്ട് നോക്കുമ്പോൾ അവർ നമ്മളെ ഹീറോയിനെ നല്ലോണം അടിക്കുകയാണ്. അപ്പോൾ എന്നിട്ട് അവരോട് പറയാണ് 5 രൂപക്കും 10 രൂപക്കും ഞങ്ങളോട് ഇറക്കേണ്ടി വന്നിട്ടുള്ള നിങ്ങൾ ഇപ്പം ഞങ്ങളെ കൂടെ എന്താ പാർട്ട്ണർഷിപ്പ് ഡീലുമായിട്ട് വരികയാണോ? ഇനി നിങ്ങൾക്ക് കൊടുക്കുന്ന ശിക്ഷ കണ്ടിട്ട് നിങ്ങളെ ഇനത്തിൽപ്പെട്ട ഒറ്റൊരുത്തൻ പോലും സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങാനോ അതിനെപ്പറ്റി ചിന്തിക്കുക പോലും ചെയ്യരുത്. അങ്ങനെ അതും പറഞ്ഞിട്ട് അവർ അടിക്കുക ചെയ്തിട്ട് പിന്നെ നമ്മുടെ ഹീറോയിനോട് പറയാണ്, നീ ജനിച്ചപ്പോൾ നിനക്ക് സംസാരശേഷി കേൾവിശേഷി ഒന്നും ഇല്ലാണ്ട് നീ മരിച്ച പോലെയാണല്ലോ, അപ്പോൾ ശീലാവതി കഞ്ചാവ് അരച്ചിട്ട് കുടിച്ചപ്പോഴല്ലേ നിനക്കത് തിരിച്ചു കിട്ടിയത്, അപ്പോൾ നീ ജനിച്ചപ്പോൾ എങ്ങനെയാണോ ഉണ്ടായത് അതേപോലെ തന്നെ നിന്നെ ഞങ്ങളിപ്പോൾ ഇവിടെ നിർത്തും, നീ ജനിച്ചപ്പോൾ ഒരു ഡ്രസ്സും ഇല്ലാണ്ടാണല്ലോ വന്നേ, ഇനി നീ അങ്ങനെ നിന്നാൽ മതി എന്ന് പറയും. അങ്ങനെ ഹീറോയിനെ കൂട്ടിയിട്ട് വന്നിട്ട് പെട്ടെന്ന് ഒരു മരത്തിലേക്ക് കെട്ടിയിട്ട് നമ്മുടെ ഹീറോയിൻ്റെ മുമ്പിൽ വെച്ച് തന്നെ അവളുടെ ഡ്രസ്സ് അയക്കാൻ വേണ്ടിയിട്ട് നോക്കും. അത് കണ്ടിട്ട് സഹിക്കാൻ വയ്യാണ്ട് ഹീറോ എന്താക്കും, അവിടെയുള്ള എല്ലാവരെയും അടിച്ചിട്ട് പെട്ടെന്ന് ഒരു കത്തി എടുത്തിട്ട് ആ നായിഡു ബ്രദറിനെ കത്തിയെടുത്ത് കുത്താൻ വേണ്ടി പോകുമ്പോൾ പെട്ടെന്ന് പിന്നിൽ നിന്നും ആരോ വന്നിട്ട് മുതുകിൽ ഷൂട്ട് ചെയ്യാണ്. അത് വേറെ ആരുമല്ല, ഈ അണ്ണൻ തന്നെയായിരുന്നു കേട്ടോ നായിഡു ബ്രദറിലെ. ആ വെടി കൊണ്ടത് നമ്മുടെ ഹീറോ അവിടെ അപ്പളേ മയങ്ങി വീഴുകയാണ്. അതും അല്ലാണ്ട് നമ്മുടെ ഹീറോയിൻ്റെ മുമ്പിൽ വെച്ചിട്ട് തന്നെ ഹീറോയിന് ഒരു വസ്ത്രം പോലും ഇല്ലാണ്ട് തുണി ഇല്ലാണ്ട് അവിടെ മരത്തിൽ കെട്ടിയിട്ടിട്ട് അവർ പോയി അവിടുന്ന്. പാവം ഇതൊന്നും കണ്ടിട്ട് നമ്മുടെ ഹീറോയിന് ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായില്ല. അവളുടെ കണ്ണ് മുന്നിൽ തന്നെ അവൾ ഇത്രയും കാലം സ്നേഹിച്ച അവളുടെ പ്രിയപ്പെട്ട കാമുകൻ മരിച്ചു പോവുകയും ചെയ്തു. അതും അല്ലാണ്ട് ഒരു ഉടു തുണി പോലും ഇല്ലാണ്ട് അവളെ ആ മരത്തിൽ കെട്ടിയിടുകയും ചെയ്തിട്ട് പോവുകയാണ് അവരവിടുന്ന്. ഇവിടെ സീൻ കട്ടായിട്ട് അടുത്ത സീനിൽ നമ്മുടെ ഹീറോയിനെയാണ് കാണിക്കുന്നത്. ഹീറോ കെട്ടേണ്ട താലി അവൾ തന്നെ എടുത്ത് കെട്ടിയിട്ട് നമ്മുടെ ഹീറോയിൻ്റെ മരണത്തിന് കാരണമായ ആരെയും വെറുതെ വിടില്ല എന്ന് പറഞ്ഞിട്ട് ഫുള്ള് വെറിയിലും ദേഷ്യത്തിലും അലറി ഇങ്ങനെ നിൽക്കുകയാണ്. അതേ ടൈമിൽ നമ്മുടെ പോലീസ് ഇൻസ്പെക്ടർ ജഗപതി ബാബുവിലെ നമ്മുടെ ഹീറോയിനും ഇങ്ങനെ ലിക്വിഡ് ഫോമിൽ കഞ്ചാവ് ഉണ്ടാക്കി സപ്ലൈ ചെയ്തിട്ട് അതിൽ നിന്നുണ്ടായ ലാഭം എന്താ ചെയ്തതെന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ അന്വേഷണത്തിനിടയിലാണ് നമ്മുടെ ഹീറോ ഒരു ഹോസ്പിറ്റലിൽ കമ്പൗണ്ടറായിട്ട് ജോലി ചെയ്തല്ലോ, അവിടുത്തെ ഡോക്ടർ നമ്മുടെ ഹീറോയിന് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായി. അതുകൊണ്ട് തന്നെ അയാളെ നമ്മുടെ പോലീസ് പിടിക്കുകയാണ്. അങ്ങനെ അയാളെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴാണ് ഇവർക്കൊരു കാര്യം മനസ്സിലായത്, നമ്മുടെ ഹീറോ ആ ബിസിനസ്സിലൂടെ സമ്പാദിച്ച മൊത്തം പൈസയും ആ മലയിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടായിരുന്നു ചിലവാക്കിയിട്ടുണ്ടായത്. അവരുടെ ഗ്രോത്തിന് വേണ്ടിയിട്ടും അവിടെ സ്കൂളും ഹോസ്പിറ്റലൊക്കെ കെട്ടാൻ വേണ്ടിയിട്ടും മാത്രമല്ല അതിൻ്റെ പെർമിഷന് വേണ്ടിയിട്ട് ഗവൺമെൻറ്റിനും കുറേ കോടികൾ നമ്മുടെ ഹീറോ ആ സമ്പാദിച്ച പൈസ മൊത്തം ചിലവാക്കിയത്. ആ മലയിലുള്ള ആൾക്കാരുടെ നല്ല ജീവിതത്തിന് വേണ്ടിയിട്ടായിരുന്നു ഹീറോ ഇങ്ങനെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തതോ. ആ സത്യമൊക്കെ ഇപ്പം നമ്മുടെ പോലീസ് ഓഫീസറിന് മനസ്സിലാവുകയാണ്. അതുമല്ലാണ്ട് നമ്മുടെ ഹീറോയിനെ നിർബന്ധിച്ച് ഇങ്ങനെ ഒരു തൊഴിൽ ചെയ്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ അച്ഛൻ്റെ മരണശേഷം നമ്മുടെ ഹീറോ അമ്മയ്ക്ക് സത്യം ചെയ്ത് കൊടുത്തിട്ടുണ്ട്.
ഇനി ഒരിക്കലും ഇങ്ങനെ ഒരു ബിസിനസ്സിലേക്കോ ഗാട്ടിയ തൊഴിലാളിയായിട്ടോ ആവില്ല എന്ന്. പക്ഷേ ആ മലയിലുള്ള മക്കളുടെ നല്ലൊരു ജീവിതത്തിന് വേണ്ടിയിട്ട് ഹീറോയിനാണ് ഹീറോനെ ഇങ്ങനെ ഒരു ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിർബന്ധിച്ചതും. എത്ര കാലമാണ് തങ്ങളുടെ മലയിലെ ആൾക്കാർ അവരുടെ കീഴിൽ ഇങ്ങനെ ജോലി ചെയ്യുക, അതുകൊണ്ട് തന്നെ അവർക്ക് സ്വന്തമായിട്ട് തൊഴിലും എല്ലാം കണ്ടെത്തണം എന്നുള്ള ഏക ലക്ഷ്യത്തു കൊണ്ടാണ് നമ്മുടെ ഹീറോയിനും ഇങ്ങനൊരു തൊഴിലിലേക്ക് മുതിർന്നതും. അതുകൊണ്ടാണ് നമ്മുടെ ഹീറോയിനും ഇങ്ങനെ ലിക്വിഡ് ഫോമിലേക്ക് കഞ്ചാവ് മാറ്റിയിട്ട് അതിൽ നിന്നും കുറേ പൈസ സമ്പാദിച്ച് അവരുടെ ആൾക്കാരെ നല്ലൊരു രീതിയിലുള്ള ജീവിതത്തിലേക്ക് നയിച്ചതും. പക്ഷേ അത് മുന്നോട്ട് പോയില്ല. അതിനു മുമ്പ് തന്നെ നമ്മുടെ ഹീറോനെ ഈ നായിഡുവിൻ്റെ ആൾക്കാർ വന്നിട്ട് കൊല്ലുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഹീറോയിന് അവരെ കൊന്ന ആളെ ഒരിക്കലും വെറുതെ വിടില്ല എന്നും പറഞ്ഞിട്ട് അങ്ങനെ ആ ദേഷ്യത്തിലും കലിയിലും നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ആ ലാബ് ഉണ്ടല്ലോ, ആ ലാബിലേക്ക് ഇപ്പോൾ പോവുകയാണ്. ആ ലാബ് ഇപ്പോൾ നമ്മുടെ നായിഡു ബ്രദേഴ്സ് ടേക്ക് ഓവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഹീറോയിനെ കണ്ടപാടനെ ആ നായിഡു ബ്രദേഴ്സിൻ്റെ ആൾക്കാർ പറയും, എന്താ നിനക്ക് മതിയായിട്ടില്ലേ, ഫുള്ള് ശരീരത്തിലെ തുണി മൊത്തം അഴിച്ചിട്ടിട്ട് നാണം കെടുത്തിയിട്ടും നിൻ്റെ ഉള്ളിൽ ഇനിയും ഇത്രയും ധൈര്യം ഉണ്ടോ എന്ന് ചോദിക്കോ. അത് കേട്ടപ്പോൾ നമ്മുടെ ഹീറോയിന് ദേഷ്യം വന്നിട്ട് ആ ലാബിലുള്ള ഒരു ഷാർപ്പായിട്ടുള്ള എന്തോ ഒരു ആയുധമുണ്ടായിട്ടോ, അത് എടുത്തിട്ട് ഈ നായിഡു ബ്രദേഴ്സിൻ്റെ ടീമിലുള്ള എല്ലാവരെയും കുത്തി കൊല്ലുകയാണ്. അതുമല്ലാണ്ട് ആ ലാബിന് തീ കൊളുത്തിയിട്ടിട്ട് അവിടുന്ന് പോവുകയാണ്. അപ്പോൾ ഈ കാര്യമൊക്കെ നമ്മുടെ നായിഡു ബ്രദേഴ്സ് അറിയാണ്. അങ്ങനെ അവർ ഈ കാര്യം അവർക്ക് കൂട്ടിന് എല്ലാത്തിനും നിൽക്കുന്ന ഒരു ഇൻസ്പെക്ടർ ഉണ്ടായിട്ടോ, അപ്പോൾ അയാളോട് പറയാണ് ഹീറോയിനെ പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹീറോന്റെ അടക്കം ചെയ്തിട്ടുള്ള ആ സ്ഥലത്ത് നിന്നും ഹീറോയിൻ്റെ ശവം ഒന്നും കൂടെ തോണ്ടുകയാണ്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഹീറോയിൻ എന്തായാലും അങ്ങോട്ട് വരുന്ന അയാൾക്ക് അറിയായിരുന്നു. അങ്ങനെ ഇയാൾ പോയിട്ട് ആ അടക്കം ചെയ്ത സ്ഥലത്ത് നിന്ന് നമ്മുടെ ഹീറോയിൻ്റെ ബോഡി എടുക്കാൻ വേണ്ടി നോക്കുമ്പോൾ അങ്ങോട്ടേക്ക് നമ്മുടെ ഹീറോയിൻ വരികയാണ്. ഒരു പോലീസ് ഓഫീസറാണെന്ന് പോലും നോക്കാണ്ട് അയാളെ അവിടെ നിന്ന് ഒരു വലിയൊരു കത്തി എടുത്തിട്ട് അയാളുടെ തല അരിഞ്ഞിട്ട് ഒരു വലിയൊരു പാറേൻ്റെ മേലെ കൊണ്ടുവെക്കുകയാണ്. അങ്ങനെ ഈ കാര്യം എല്ലായിടത്തും ന്യൂസിലൊക്കെ അറിയാണ്. അതുകൊണ്ട് തന്നെ നാഷണൽ ലെവലിലുള്ള മീഡിയാസൊക്കെ ഈ മലയിൽ കഞ്ചാവുള്ളതും അവിടെയുള്ള ആൾക്കാരെ പറ്റിയിട്ടും അങ്ങനെയുള്ള എല്ലാ ന്യൂസും ഫുള്ളായിട്ട് വ്യാപിക്കുകയാണ്. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞ ആ സിൻഡിക്കേറ്റുകൾ ഉണ്ടല്ലോ, അവർക്ക് ഇത് വലിയൊരു അടിയാവുകയാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ചെയ്യുന്നത് കാര്യം പുറത്തറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് തന്നെയാണ്. ഇത് ഇപ്പോൾ നാഷണൽ ലെവലിൽ മീഡിയാസിൽ വരെ ഈ കാര്യങ്ങളൊക്കെ അറിയാൻ തുടങ്ങി. ഒരു പെണ്ണിൻ്റെ ഒറ്റ കാരണത്താലാണ് ഇപ്പോൾ ഇങ്ങനൊരു വലിയൊരു പ്രശ്നം ഇവർക്ക് വന്നത്. അതുകൊണ്ട് തന്നെ ശീലാവതിനെ ഇവരുടെ ഭാഗത്ത് നിർത്താൻ വേണ്ടിയിട്ട് ഇവർ തീരുമാനിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ശീലാവതിനോട് സംസാരിച്ചിട്ട് എങ്ങനെയെങ്കിലും നമ്മളെ കൂടെ അവളെ കൂട്ടണമെന്ന് ഇവർ തീരുമാനിക്കുകയാണ്. പക്ഷേ എങ്ങനെ ശീലാവതിനെ ഇവരുടെ കൂടെ കൂട്ടുമെന്ന് ഇവരിങ്ങനെ ആലോചിക്കുകയാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവളുടെ ഭർത്താവിനെ കൊന്ന ആ ഒരു വെറിയിലാണ് അവളിപ്പോൾ നടക്കുന്നത്. അതുകൊണ്ട് എന്തായാലും ഇവരുടെ കൂടെ കൂടാൻ അവൾ സമ്മതിക്കില്ലാന്ന്. അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിലാണ് നമ്മുടെ ഇൻസ്പെക്ടർ ജഗപതി ബാബു വന്നിട്ട് പറയും, നിങ്ങൾ എന്തായാലും കൺഫേം ചെയ്തോ, ഞാൻ ശീലാവതിനെ ആ മീറ്റിങ്ങിലേക്ക് കൊണ്ടുവരാതെ. അങ്ങനെ നമ്മുടെ ശീലാവതിയുള്ള സ്ഥലത്തേക്ക് നമ്മുടെ ഇൻസ്പെക്ടർ പോകും. എന്നിട്ട് അവിടെയുള്ള ആൾക്കാരൊക്കെ വരട്ടിയിട്ട് ശീലാവതിനെ കണ്ടുപിടിക്കും. എന്നിട്ട് ശീലാവതിനോട് പറയും, നിങ്ങൾ അഥവാ ആ മീറ്റിങ്ങിന് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ നാട്ടുകാർക്ക് വേണ്ടിയിട്ടായിട്ട് സമ്പാദിച്ചു വെച്ചിട്ടുള്ള ഹോസ്പിറ്റൽ, സ്കൂൾ അതൊക്കെ ഞങ്ങൾ കത്തിച്ച് നശിപ്പിക്കും. ഇതൊക്കെ കേട്ടിട്ട് വേറൊരു വഴിയില്ലാത്തത് കൊണ്ട് തന്നെ നമ്മുടെ ശീലാവതി ആ സിൻഡിക്കേറ്റ് കണ്ടക്ട് ചെയ്തിട്ടുള്ള ആ മീറ്റിംഗ് ഉണ്ടല്ലോ, ആ മീറ്റിംഗ് നടക്കുന്ന സ്ഥലത്തേക്ക് വരികയാണ്. അപ്പോൾ ആ സ്ഥലത്ത് നമ്മുടെ സിൻഡിക്കേറ്റിലുള്ള മുഖ്യമായ ആൾക്കാരെ കൂടാണ്ട് നമ്മുടെ നായിഡു ബ്രദേഴ്സിൻ്റെ അണ്ണനില്ലേ, നമ്മുടെ ഹീറോനെ കൊന്ന അയാളുണ്ടാവും കേട്ടോ. അപ്പോൾ അയാൾ നമ്മുടെ ഹീറോയിനെ കണ്ടപാടന്നെ അങ്ങോട്ടേക്ക് വന്നിട്ട് പറയൂ, ഇങ്ങോട്ട് നോക്ക്, നിങ്ങളുടെ ആൾക്കാർ നീ പറയുന്നത് കേൾക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രശ്നവും ഇല്ലാണ്ട് ഈ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോവാം. നിനക്ക് വേണ്ട പങ്ക് ഞങ്ങൾ എന്തായാലും നിനക്ക് അയച്ചു തരുന്നൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരിക്കും. പക്ഷേ നമ്മുടെ ഹീറോയിൻ്റെ കണ്ണിൽ അവളുടെ കാമുകനെ കൊന്ന ആ ഒരു ദേഷ്യം ഇപ്പോഴും ഉണ്ടാവും കേട്ടോ. അതുകൊണ്ട് തന്നെ അവളുടെ കണ്ണിൽ ഇങ്ങനെ വരുന്നത് അവനെ ഷൂട്ട് ചെയ്ത് കൊന്ന ആ ഒരു രംഗം തന്നെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ആ സ്പോട്ടിൽ തന്നെ അവിടെ ഉണ്ടായ ഒരു ബോട്ടിൽ ഉടച്ചിട്ട് അതിൻ്റെ ഇതും കൊണ്ട് നമ്മുടെ നായിഡു ബ്രദറിൻ്റെ കഴുത്തിൽ ഒറ്റ മുറിയായിരിക്കും. ആ സ്പോട്ടിൽ തന്നെ അയാൾ അവിടെ മരിച്ചു വീഴുകയാണ്. അങ്ങനെ അയാളെ കൊന്ന ശേഷം അവിടെയുള്ള എല്ലാവരും കൂടെ നമ്മുടെ ഹീറോയിൻ്റെ നേരെ തിരിയാണ്. അങ്ങനെ അവരെല്ലാവരും കൂടെ ഹീറോയിനെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കും. അപ്പോൾ ഹീറോയിൻ്റെ കയ്യിൽ ഒരു ഗണ്ണ് കിട്ടും. അവളും ഷൂട്ട് ചെയ്തിട്ട് അവിടുന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് പോകാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ ഹീറോയിനും ഒരു ബുള്ളറ്റ് വന്നിട്ട് അവളുടെ ശരീരത്തിൽ കൊള്ളുകയാണ്. ആ ബുള്ളറ്റ് കൊണ്ട് തന്നെ അവൾ പെട്ടെന്ന് അവിടുന്ന് വണ്ടി എടുത്തിട്ട് എസ്കേപ്പ് ആവാൻ വേണ്ടി നോക്കുമ്പോൾ ഇവർ പെട്ടെന്ന് പിന്നിൽ ചേസ് ചെയ്തിട്ട് വരികയാണ്. അങ്ങനെ വന്നിട്ട് നമ്മുടെ ഹീറോയിൻ്റെ വണ്ടി അവരെന്നെ ഒരു ആക്സിഡൻറ്റിലാക്കിയിട്ട് അവളെ അവിടുന്ന് ബുള്ളറ്റും കൊണ്ട് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ടേക്ക് അവരുടെ മലയിലുള്ള ഒരാൾ വരും. അങ്ങനെ അയാൾ ആ സ്പോട്ടിലേക്ക് വന്നിട്ട് നമ്മുടെ ഹീറോയിനെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന എല്ലാവരെയും അവിടുന്ന് ഒരു ഗണ്ണ് എടുത്തിട്ട് അവരെ ഷൂട്ട് ചെയ്തിട്ട് എല്ലാവരെയും കൊല്ലുകയാണ്.
അതിനുശേഷം ബുള്ളറ്റ് കൊണ്ടിട്ട് നമ്മുടെ ഹീറോയിനെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് അവളുടെ ജീവനും കൂടെ രക്ഷിക്കുകയാണ്. അങ്ങനെ ഹീറോയിന് ഒരു അൺകോൺഷ്യസ് സ്റ്റേജിലുള്ളപ്പോൾ നമ്മുടെ മരിച്ചു പോയിട്ടുള്ള കാമുകനുണ്ടല്ലോ, അവൻ വന്നിട്ട് ഹീറോയിനോട് സംസാരിക്കുന്നത് പോലെ ഇവൾക്ക് ഫീൽ ചെയ്യാണ്. എന്നിട്ട് വന്നിട്ട് പറയാണ്, നമ്മൾ എന്തിനാ ഈ കാര്യങ്ങളൊക്കെ ചെയ്തത്, നമ്മളുടെ മലയിലുള്ള ആ മക്കൾക്ക് വേണ്ടിയിട്ടല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം, ഇനിയെങ്കിലും നമ്മൾ ഒരു കാര്യം ചെയ്യണം, ഈ ഘാട്ടി തൊഴിൽ അടുത്ത തലമുറയിലുള്ള ആൾക്കാരെങ്കിലും നമ്മുടെ കൂട്ടത്തിലുള്ളത് ചെയ്യാണ്ട് നിൽക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നീ ചെയ്യേണ്ടത് എന്നൊക്കെ ഒരു സ്വപ്നത്തിൽ വന്നിട്ട് പറയുന്നത് പോലെ നമ്മുടെ ഹീറോയിനോട് പറയാണ്. അങ്ങനെ ഇത് കഴിഞ്ഞ പാടന്നെ നമ്മുടെ ഹീറോയിൻ പെട്ടെന്ന് കോൺഷ്യസ് സ്റ്റേജിലേക്ക് വരികയാണ്. അപ്പോൾ ഈ ടൈമിൽ നമ്മുടെ നായിഡു ബ്രദേഴ്സിൻ്റെ അണ്ണനെ കൊന്നില്ലേ, അപ്പോൾ അതിന് പകരം വീട്ടാനായിട്ട് മറ്റേ ബ്രദർ ഉണ്ടല്ലോ, അയാൾ ഹീറോയിനെ കൊല്ലാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാരെ അങ്ങോട്ട് പറഞ്ഞു വിടുകയാണ്. എന്നാൽ അങ്ങനെ വന്നിട്ടുള്ള ഒരുത്തനെ പോലും വെറുതെ വിടാണ്ട് നമ്മുടെ ഹീറോയിൻ വെട്ടി വീഴ്ത്തുകയാണ്. അങ്ങനെ നേരെ തിരിച്ച് മലയിലേക്ക് വന്നിട്ട് അവിടെയുള്ള എല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ട് ഒരു മീറ്റിംഗ് പോലെ ആക്കിയിട്ട് പറയുകയാണ്, മതി, ഇനി നമ്മൾക്ക് ഈ ഘാട്ടി തൊഴിൽ ചെയ്തത് മതി, നമുക്ക് ജീവിക്കണമെങ്കിൽ വേറെ എന്തെങ്കിലും വ്യവസായം ചെയ്തിട്ട് നമുക്ക് ജീവിക്കാം. എത്ര കാലം എന്ന് വെച്ചിട്ട് അവരുടെ നായ്കളെ പോലെയും കഴുതേനെ പോലെയൊക്കെ അവരുടെ ചുമടും തോന്നിട്ട് നമ്മളിങ്ങനെ നടക്കുന്നത്. അങ്ങനെ അവിടെയുള്ള എല്ലാവരെയും മോട്ടിവേറ്റ് ചെയ്യാണ്. അങ്ങനെ ഇവള് പറയുന്നത് കേട്ടിട്ട് ആ ഗ്രാമത്തിലുള്ള പകുതി ആൾക്കാർ ഇവളുടെ കൂടെ തന്നെ നിൽക്കുകയാണ്. എന്നാൽ ബാക്കി പകുതി ആൾക്കാർ ജീവിക്കണമെങ്കിൽ വേറൊരു വഴിയുമില്ല, ഈ തൊഴിലിനെ നമുക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് മാറി നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവർ തുടർന്നും ആ ഘാട്ടി തൊഴിലിനെ ചെയ്യുന്നത് തീരുമാനിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവരെയും കൂടെ തിരിച്ച് ആ ഘാട്ടി തൊഴിൽ ചെയ്യാണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് ഹീറോയിൻ ആ ഗ്രാമത്തിലുള്ള ഓരോരോ വീട്ടിലും പോയിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ്. അങ്ങനെ ഹീറോയിൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം നമ്മുടെ സിൻഡിക്കേറ്റിന് അറിയാണ്. എന്നാൽ ഇപ്പുറം നോക്കുമ്പോൾ നമ്മുടെ ഹീറോയിൻ ഗ്രാമങ്ങളൊക്കെ കയറി ഇറങ്ങിയിട്ട് ഈ ഒരു തൊഴിൽ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ വശത്തേക്കുള്ള കഞ്ചാവ് തോട്ടങ്ങളുണ്ടല്ലോ അത് ഓരോന്നോരോന്നായിട്ട് തീ വെച്ച് എരിച്ച് കളയാണ്. അങ്ങനെയുള്ള ടൈമിൽ നമ്മുടെ ഹീറോയിനെ ജഗപതി ബാബു വന്നിട്ട് അറസ്റ്റ് ചെയ്യാണ്. ഇവിടെയാണ് പുതിയൊരു ട്വിസ്റ്റ് ഉണ്ടാകുന്നത്. നമ്മുടെ ജഗപതി ബാബു ഹീറോയിൻ്റെ സൈഡിലായിരുന്നു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് ഹീറോയിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ വന്നല്ലോ, ആ ആൾക്ക് ഗണ്ണ് കൊടുത്തു വിട്ടത് നമ്മുടെ ജഗപതി ബാബു ആയിരുന്നു കേട്ടോ. അവർ ആ സ്പോട്ടിൽ ഉണ്ടായതുകൊണ്ടാണ് നമ്മുടെ ഹീറോയിൻ്റെ ജീവിതം രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആ മലയിലുള്ള ആൾക്ക് കഴിഞ്ഞത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്പെക്ടറിനും ആ കഞ്ചാവ് ബിസിനസ് നടക്കുന്ന മൊത്തം സിൻഡിക്കേറ്റിനെയും തകർക്കണം. അതിനുള്ള ഒരു ചീട്ടായിട്ടാണ് നമ്മുടെ ഹീറോയിനെ ഇപ്പോൾ ജഗപതി ബാബു കാണുന്നത്. ഇവിടെ സീൻകാരായിട്ട് അടുത്ത സീനിൽ നമ്മൾ നായിഡു ബ്രദേഴ്സിലുള്ള ആ ബ്രദർ ഉണ്ടല്ലോ, അവന് ആ ഗ്രാമത്തിലേക്ക് വന്നിട്ട് ഈ ഘാട്ടി തൊഴിൽ ചെയ്യുന്നതിൽ നിന്നും പിന്മാറിയിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവർ ഇനി ഒരിക്കലും ജീവിച്ചിരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ആ ഗ്രാമത്തിലുള്ള ആൾക്കാരെയൊക്കെ വെട്ടി വീഴ്ത്തുകയാണ്. അവരുടെ ഉള്ളിൽ ഭയം ഉണ്ടാക്കിയിട്ട് തിരിച്ചു ആ ഘാട്ടി തൊഴിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വരണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇയാൾ ഇങ്ങനെ ഓരോരുത്തരെയും വെട്ടി വീഴ്ത്തിയത്. അങ്ങനെ ഈ കാര്യം ആ ഗ്രാമത്തിലുള്ളവരും അടുത്തുള്ള ഗ്രാമത്തിലുള്ളവരൊക്കെ അറിഞ്ഞിട്ട് വേറൊരു വഴിയും ഇല്ലാണ്ട് എല്ലാവരും ഈ ഘാട്ടി തൊഴിൽ ചെയ്യാൻ വേണ്ടിയിട്ട് തിരിച്ചു വരികയാണ്. ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് നമ്മുടെ ഹീറോയിൻ എങ്ങനെയെങ്കിലും ഇവരുടെ ഈ ബിസിനസ് മൊത്തമായിട്ട് ഇല്ലാണ്ടാക്കണം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് വരികയാണ്. അതുകൊണ്ട് തന്നെ ഈ പടത്തിന്റെ അവസാനത്തിൽ നമ്മുടെ ഹീറോയിൻ ഒരു ഘാട്ടി വേഷത്തിൽ അങ്ങോട്ടേക്ക് പോയിട്ട് നമ്മുടെ ഊരിലുള്ള ആൾക്കാരെയൊക്കെ ഭയപ്പെടുത്തിയിട്ട് ഇങ്ങനെ ഒരു ഇതിലേക്ക് കൊണ്ടുവന്നില്ലേ, അവനെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള ലക്ഷ്യം കൊണ്ടാണ് ഹീറോയിൻ അങ്ങോട്ട് പോയത്. അങ്ങനെ അങ്ങോട്ടേക്ക് പോയിട്ട് നായിഡു ബ്രദറിന്റെ ടീമിൽ കുറേ ആൾക്കാരുണ്ടാവുമല്ലോ അയാളുടെ രക്ഷകനായിട്ട്, അവരെ ഓരോരുത്തരെയായിട്ട് വെട്ടി വീഴ്ത്തുകയാണ്. അപ്പോൾ ഹീറോയിൻ ഇങ്ങനെ ചെയ്യുന്നത് അവിടെ ഘാട്ടി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ കാണുകയാണ്. അങ്ങനെ അവരുടെ ഉള്ളിൽ ഒരു ചിന്ത വരികയാണ്, ഇതിനു മേലെ എന്തിനാണ് നമ്മളിങ്ങനെ ഈ കഴുത ജോലി ചെയ്യുന്നത് പോലെ ഇവരുടെ കീഴിൽ ജോലി ചെയ്യുന്നതെന്നുള്ള ഒരു ഇത് വന്നിട്ട് അവരും ആ സിൻഡിക്കേറ്റിലുള്ള മൊത്തം ആൾക്കാരെയും അവിടുന്ന് തകർക്കുകയാണ്. അങ്ങനെ അവസാനമായിട്ട് നമ്മുടെ ഹീറോയിൻ്റെ കൈയും കൊണ്ട് തന്നെ ആ നായിഡു ബ്രദേഴ്സിൽ അവശേഷിക്കുന്ന ഒരു ബ്രദർ ഉണ്ടല്ലോ അവനെയും കൊല്ലുകയാണ് നമ്മുടെ ഹീറോയിൻ. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇനി ഒരിക്കലും ഇങ്ങനെ ഒരു ഘാട്ടി തൊഴിലേക്ക് നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാളും പോകാൻ പാടില്ല. ഇവിടെ ഫുള്ളായിട്ട് ഇങ്ങനെ കഞ്ചാവ് തോട്ടങ്ങൾ ഉള്ളത് കൊണ്ടാണല്ലോ നിങ്ങളൊക്കെ ഇങ്ങനെ ഒരു ബിസിനസ്സിലേക്ക് പോകുന്നത്. അതുകൊണ്ട് അത് ഫുള്ളായിട്ട് എരിച്ച് കളയാൻ വേണ്ടിയിട്ട് ഹീറോയിൻ തീരുമാനിച്ചിട്ട് അവിടെയുള്ള എല്ലാ കഞ്ചാവ് തോട്ടങ്ങളും ഹീറോയിൻ്റെ കൈ കൊണ്ട് തന്നെ എരിച്ച് കളയാണ്. അങ്ങനെ ചെയ്തതിന് ശേഷം അവിടെയുള്ള എല്ലാവരും അവരുടെ പഴയ ആ ജോലി വിട്ട് പുതിയ വ്യവസായങ്ങളിലേക്ക് തിരിയാണ്. ഒരു ഘാട്ടിയായിട്ട് കഴുതേനെ പോലെ ജോലി കൊണ്ടിരുന്ന എല്ലാവരും ഇപ്പോൾ സ്വന്തമായിട്ട് വ്യവസായം ചെയ്തിട്ട് ഒരു വ്യവസായികളായിട്ട് മാറുകയാണ്. അങ്ങനെ നല്ലൊരു കാര്യത്തിലൂടെ ഈ സിനിമ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഈ സിനിമക്ക് ഞാൻ കൊടുത്ത വോയിസ് ഓവർ എങ്ങനെയുണ്ട്? നിങ്ങളുടെ അഭിപ്രായം നെഗറ്റീവായാലും പോസിറ്റീവായാലും എന്നെ അറിയിക്കണേ. മാത്രമല്ല എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇതിൻ്റെ കൂടെ തന്നെ എൻ്റെ പേഴ്സണൽ വ്ലോഗായ യാന ടോക്കീസും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബായ്.